നമസ്കാരം. എന്നോട് ചില കഥകൾ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ഫോൺ ചെയ്ത് എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ടൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേഡി എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട് ഇതേപോലെ. ഞാൻ പറഞ്ഞു, എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസ് മെസ്സേജ് അധികം ലോങ് ആക്കാതെ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇടാൻ പറഞ്ഞു. ഞാനെന്തോ ആവശ്യങ്ങൾക്ക് പോയിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂർ നീളമുള്ള 2-3, അതായത് ടോട്ടൽ 1.5-2 മണിക്കൂർ വരുന്ന 2-3 വോയിസ് മെസ്സേജ് ഇട്ടേക്കുന്നു. ഞാൻ മനസ്സിൽ കരുതിയും ഇതെങ്ങനെ ഞാനിത് കേൾക്കും, ചുമ്മാ കണസാ കാര്യങ്ങളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തുവാ ഈ വലിച്ചു നീട്ടി പറയുന്നത്. ഇപ്പം പുറമേ നോക്കുന്ന ഒരാൾക്ക് നമ്മുടെ പ്രശ്നം അറിയണമെന്നില്ല, ഓരോരുത്തർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ. എനിവേ ഞാൻ കേട്ടു. ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് വിഷമങ്ങളാണ് പറയുന്നത്. ഭർത്താവിൽ നിന്ന് നേരിട്ട് ഒരുപാട് വിഷമങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു 300-400 വീഡിയോസിന് മേളിൽ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. പലരുടെയും വിഷമങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, പലരുടെയും അവസ്ഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു ആൾ വിഷമം പറയുമ്പോൾ ഞാൻ ചിരിച്ച ഒരു സംഭവം ആദ്യമായിട്ട്. കാരണം ഈ കേശു ഈ വീടിൻ്റെ നായകൻ എന്ന് പറഞ്ഞൊരു പടം, അങ്ങനൊരു പടം ദിലീപിൻ്റെ ഉണ്ടല്ലോ, അതിലെ പിശുക്കനായ വ്യക്തിയൊന്നും ഇയാളുടെ മുന്നിൽ ഒരു പിശുക്കനെ അല്ല. ഇത്രയും പിശുക്കുള്ളൊരു വ്യക്തി എങ്ങനെ അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെ അയാൾ പോകുന്നുള്ളതെന്ന് ഭയങ്കര അതിശയമാണ്. ഒന്നും കേൾക്കുന്നത് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അല്ല, അയാളുടെ പിശുക്കത്തരത്തിൽ കുറേ കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത്. അതായത് ഇവർ കല്യാണം കഴിച്ചു, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു ജീവിതം. ഇയാൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ഇയാൾ നാട്ടിൽ വന്നു, ഇടയ്ക്കൊക്കെ വെക്കേഷൻ വരും. ഇയാൾ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. നിങ്ങൾ ഒരുപാട് ഭക്ഷണമൊന്നുമില്ല, നോർമലി ഭക്ഷണം കഴിച്ചാൽ മതി, എന്ത് കൊടുത്താലും അയാൾ ഫുള്ള് സന്തോഷത്തോടെ നിന്ന് ഫുള്ള് കഴിച്ചു തീർക്കും, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അയാൾ പൈസ ചിലവാക്കുന്നതിനകത്ത് ഭയങ്കര പിശുക്കാണ്. അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് ഒരു ഓപ്പറേഷനായിട്ട് മദ്രാസിന് പോകണം. അപ്പം ബന്ധുക്കളൊന്നും ആരും കൂടെ പോകാൻ തയ്യാറായില്ല. അപ്പോൾ പോകാൻ തയ്യാറായില്ല എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ വൃത്തിയുടെ സ്വഭാവമാണ് എന്ന് അവർക്ക് പൊതുവേ അറിയാം. അപ്പോൾ ഇതൊന്നും അറിയാതെ ഭാര്യയോട് ചോദിച്ചു, ഭാര്യ ഞാൻ വരാം, കാരണം ഭാര്യയില്ല, വേറെ ആരാ നോക്കുന്നത്. അപ്പം ഇയാളുടെ ബന്ധുക്കൾ പലരും പറഞ്ഞു, നിനക്ക് ഇവൻ്റെ സ്വഭാവം അറിയാൻ വയ്യാത്തോണ്ട വേണേൽ പാതി വഴിയിൽ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ മദ്രാസിലേക്ക് പോയി. അപ്പോൾ മദ്രാസിലേക്ക് അങ്ങോട്ട് പോയി, ട്രെയിനിന് പോയി. തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് ഇവർ 1 മാസം മുമ്പേ എടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിലാണ് തിരിച്ച് വരുന്നതെന്ന്. അപ്പം ഈ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് വരുന്നതെന്നൊക്കെ. അങ്ങനെ ഇയാൾ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗവും സമയം അവർക്ക് താമസിക്കാനുള്ള ഹോട്ടൽ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു ഹോട്ടലിലും അയാൾക്ക് തൃപ്തിയാവുന്നില്ല. അങ്ങനെ അവസാനം വളരെ ചുരുങ്ങിയ ഒരു ഹോട്ടലിൽ, വളരെ ചെറിയ തുച്ഛമായ ഒരു വിലയിൽ ഒരു ഹോട്ടലിൽ ചെന്ന് താമസിക്കാൻ റെഡിയായി. മുറിയൊക്കെ വളരെ വൃത്തികേടാണ്. അപ്പം ഇവിടെ എങ്ങനെ താമസിക്കുമെന്ന് ഭാര്യ വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, നീ വിചാരിച്ചാൽ അതങ്ങ് ക്ലീൻ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ, നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നില്ല, ക്ലീൻ ചെയ്താൽ മതിയെന്നുണ്ട്. കുറച്ച് ക്ലീനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ആ സ്ത്രീ അതെല്ലാം ക്ലീൻ ചെയ്തു. ഇയാൾക്ക് ഏകദേശം 1 മാസത്തോളം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായപ്പം ഇയാൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പം ആ സ്ത്രീയുടെ 110 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ കാണുന്ന അടുത്തൊരു ശരവണ ഭവനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഊണ് കിട്ടും, അപ്പോൾ ആ ഊണ് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് കഴിക്കാമെന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ഒരു ഊണ് മേടിച്ചാൽ 2 പേർക്ക് കഴിക്കാൻ പറ്റുമോ ചേട്ടാന്ന് വെച്ചപ്പോൾ പറഞ്ഞു. വീണ്ടും ഒരു 10 രൂപ എടുത്ത് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ആ ശരവണ ഭവൻ്റെ അടുത്ത് ഒരു ചെറിയൊരു വേറൊരു ഹോട്ടലുണ്ട്, അവിടെ ചെന്ന് ഈ 10 രൂപ എടുത്തു കഴിഞ്ഞാൽ പൊറോട്ട കിട്ടും, സ്വാഭാവികമായിട്ടും പൊറോട്ടയുടെ കൂടെ കറി അവർ ഫ്രീ ആയിട്ട് തരും, അത് നീ മേടിച്ച് അത് നീ കഴിച്ചോ, ഊണ് ഞാൻ കഴിച്ചോളാം. അപ്പോൾ അവർ ആദ്യം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട്, അവരത്ര കാര്യമാക്കിയില്ല. അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇയാൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇയാൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ നേരത്ത് ട്രെയിൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ട്രെയിൻ വന്നു. ട്രെയിൻ കയറാൻ തുടങ്ങാറായപ്പോൾ ഇയാൾ പറയാണ്, ഈ സ്ത്രീയുടെ ഒരു 100 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഒരാൾക്ക് മാത്രമേ റിസർവേഷനുള്ളൂ, നീ പോയി ടിക്കറ്റ് എടുത്ത് ജനറലിൽ കയറി വന്നോളാം. ഇത്രയും ദിവസം കൂടെ വന്ന ഭാര്യയെ ടിക്കറ്റ് എടുക്കാതെ ഇയാൾ മാത്രം ഫസ്റ്റ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് 1 മാസം ബുക്ക് ചെയ്തതാണ്, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഭാര്യ അവസാനം ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത് പോയി.
ഇയാളുടെ പിശുക്കഥത്തിൻ്റെ വേറൊരു വേർഷൻ കേൾക്കണമെങ്കിൽ ഇയാൾ ഗൾഫിൽ പോയി ഭാര്യയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇയാൾക്ക് 2 മക്കളുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്ത്രീ ഒന്നും കൂടെ പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ഉടനെ ഇയാൾക്ക് ഈ സ്ത്രീയോട് അബോർഷൻ ചെയ്യണമെന്നുണ്ട് ഭയങ്കര ബഹളം. അങ്ങനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ നാട്ടിൽ പറഞ്ഞു വിട്ടു. നമുക്കറിയാം ഗൾഫിൽ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നാട്ടിൽ പറഞ്ഞു വിട്ട് അയാളുടെ കയ്യിലൊരു ATM കാർഡും കൊടുത്തു വിട്ടു. അങ്ങനെ ഈ സ്ത്രീ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു കുഴപ്പമില്ല, കുഞ്ഞ് വളരെ ഹെൽത്തിയാണ്, അബോർഷൻ ചെയ്യണമെന്ന് വെച്ചപ്പം ഈ സ്ത്രീക്ക് താല്പര്യമില്ല, പക്ഷേ ഭർത്താവ് ഭയങ്കര പ്രഷർ. ഓക്കെ, അങ്ങനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലായി. ഈ സ്ത്രീയുടെ അപ്പൻ്റെ കയ്യിൽ ATM കാർഡ് കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്നപ്പം ഈ ATM പിന്നടിക്കുമ്പം എററാണ് കാണിക്കുന്നത്. എററാണ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ സ്ത്രീ വിളിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ അബോർഷൻ ചെയ്തതിൻ്റെ കാശും കൂടെ ഈ സ്ത്രീയുടെ അപ്പനെയും കൊണ്ട് അയാളെ കൊടുപ്പിച്ചു. അത്രമാത്രം പിശുക്കനാണ്. അപ്പോൾ ഇയാളുമായിട്ടുള്ള കുറേ വർഷത്തെ ജീവിതശേഷം ഇവരങ്ങ് മടുത്തിട്ട് ഫെഡപ്പായിട്ട് ഇയാളുമായിട്ടുള്ള ജീവിതം അവരങ്ങ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേങ്കിൽ ഈ അവസാനിപ്പിച്ച് അധികം താമസിക്കാതെ തന്നെ 60ാമത്തെ വയസ്സിൽ ഇയാൾ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ആ സ്ത്രീയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ നിയമപരമായിട്ട് കേസൊക്കെ ഫയൽ ചെയ്തിരിക്കുകയാണ്. കോടതിയിൽ നിന്നൊക്കെ വിധി വരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞത് ഇതുപോലും മനുഷ്യൻ, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബോറടി ആക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോയുടെ ലെന്ത് കുറച്ചാണ്. എന്നോട് കുറേ കാര്യങ്ങൾ ഇയാളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത്രയും പിശുക്കനായ ഒരു മനുഷ്യൻ. ചില ആൾക്കാർക്കുണ്ട് ഞാൻ, ഭാര്യ, എൻ്റെ മക്കൾ എന്ന് കരുതുന്നവരുണ്ട്. ഇത് ഞാൻ എന്ന് മാത്രം ചിന്തിച്ച് പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതും നിറയെ കാശുള്ളൊരു മനുഷ്യൻ. താങ്ക് യു.